ഹലോ, എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കാട്ടാനയെ സംരക്ഷിക്കുന്ന കണ്ടു. വയനാട്ടിലൊരു കാട്ടുമൃഗം ഒരു പാവം സ്ത്രീയെ കടിച്ചു കൊല്ലുന്നതും നമ്മൾ കണ്ടു. കാട്ടുമൃഗങ്ങളാണ് ഇന്ന് വാർത്തകളിൽ നിറയുന്നത്. ഒരു രീതിയിൽ അക്രമം, അതല്ലെങ്കിൽ സഹായം. നമുക്ക് എങ്ങനെയാണ് ഈ അപകടത്തിൽ നിന്ന്, ഈ പ്രതിസന്ധിയിൽ നിന്ന് കടന്നു പോകാൻ കഴിയുക? പ്രൈം ടൈം ആരംഭിക്കുന്നു. അപ്പൊ ഈ പുല്ലിനെ കൊണ്ടിങ്ങനെ ഇട്ടാലേ ഞങ്ങക്ക് ജീവിക്കാണോ? അതുകൊണ്ട് പുല്ലിനെ പോയി പിടിക്കട്ടെ അവരെ. ഇതുപോലൊരവസ്ഥ വരുമ്പോഴാണ് മന്ത്രി വരുന്നത്. എവിടെ മന്ത്രിയുടെ പോയി വെടിവെച്ച് കൊല്ലിട്ട് ഓരോ മനുഷ്യന്റെ ജീവന് വിലയുണ്ട്. നാളെ ഇവിടുത്തെ ഓരോ തൊഴിലാളികൾക്കും ഈ പാവങ്ങൾ 450 രൂപ പണിയെടുക്കുന്ന ആൾക്കാരാ. ഇവർക്ക് നാളെ പണിക്ക് പോകാൻ പറ്റുമോ? നിങ്ങൾക്ക് ഉറപ്പ് വരാൻ പറ്റുമോ? ഒരു നിലക്കും ജീവിക്കാൻ കഴിയുന്നില്ല. വന്യമൃഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേട്ടയാടാണ് ഇവിടെ. ഈ മൃഗങ്ങളെ പിടിച്ച കടുവയെ വെടിവെച്ച് കൊല്ലണം. 2 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് കടുവനെ മയക്കുവെടി വെച്ചിട്ട് കൊണ്ടുപോയിട്ട് തൊട്ടടുത്ത പ്രദേശം വിടുന്ന സ്ഥിരം പരിപാടിയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. ഈ നരഭോജി കടുവയെ ഇതിനെ വെടിവെച്ച് കൊന്നിട്ട് ഇവിടുത്തെ മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന ഒരു അവസരത്തിലേക്ക് കൊണ്ടുപോകണമെന്നാണ് അഭിപ്രായം. ഈ കേട്ടത് വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത, അന്നത്തിന് പണിക്ക് പോകാൻ പറ്റാത്ത മനുഷ്യരുടെ ഗതികേടിൻ്റെ വിലാപമാണ്. കാടിറങ്ങുന്ന കടുവയും കാട്ടാനയും കാട്ടുപോത്തും വരുതി വയ്ക്കുന്നത് കൃഷിനാശവും നാശനഷ്ടങ്ങളും മാത്രമല്ല, ജീവഭയമായി അത് മാറുകയാണ്. വയനാട്ടിൽ ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ 8 മനുഷ്യജീവനുകളാണ് കടുവകൾ കടിച്ചു കീറിയത്. 8 കുടുംബങ്ങൾ, അവരെ ആശ്രയിച്ച് കഴിഞ്ഞുപോയ മനുഷ്യർ. എത്ര കുടുംബങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് കൂർത്ത കൊമ്പിലും പല്ലിലും നഖത്തിലും ചോര വാർന്ന് ഇല്ലാതായത്. കാടതിർത്തികളിലെ മനുഷ്യർക്ക് സംരക്ഷണം ലഭിക്കണമെങ്കിൽ അധികാര കേന്ദ്രങ്ങളുടെ അകമ്പടി മതിലുകൾക്കകത്തേക്ക് ഈ കാട്ടുമൃഗങ്ങൾ കടന്നു വരണം എന്നാണോ ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത്? കാടിറങ്ങുന്ന നരഭോജി. നാടിനെയാകെ ഭീതിയിലാക്കി വയനാട്ടിൽ ഇന്ന് സ്ത്രീയെ കടുവ ആക്രമിച്ചു കൊന്നു. മാനന്തവാടി പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപം കാപ്പി പറിക്കാൻ പോയ രാധയെയാണ് കടുവ കടിച്ചു കൊന്നത്. കടുവ ഭക്ഷിച്ച നിലയിൽ തണ്ടർബോൾട്ട് സംഘമാണ് രാധയുടെ മൃതദേഹം ഇന്ന് കണ്ടെത്തിയത്. സങ്കടകരമായ ആ വാർത്തയിലേക്ക്. ഈ കാണുന്ന ഭാഗത്തു നിന്ന് 150 മീറ്റർ മാത്രം അകലെ രാവിലെ 11 മണിയോടുകൂടിയാണ് രാധയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. വനംവകുപ്പ് വാച്ചറായ ഭർത്താവ് അച്ചപ്പൻ രാധയെ 8:30 സ്കൂട്ടറിൽ ഇവിടേക്ക് എത്തിച്ചു. കാപ്പിക്കുരു പറിക്കാൻ വേണ്ടിയാണ് രാധ എത്തിയത്. തണ്ടർബോൾട്ട് സംഘമാണ് രാധയുടെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ഏതാനും ദൂരം വനത്തിനുള്ളിലൂടെ കടുവ വലിച്ചിഴച്ചു കൊണ്ടുപോയി. മൃതദേഹം പാതി ഭക്ഷിച്ച നിലയിലാണ്. മൃതദേഹം വളരെ അവസ്ഥയിലാണ്. അതായത് കയത്തിന് മുകളിലോട്ടില്ല, തലഭാഗമില്ല, അതുപോലെ ബാക്ക് സൈഡില്ല. ഇവിടുന്ന് കറക്റ്റ് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടില്ല. ഒരു മുടിയുടെ ഒരു കഷ്ണം മാത്രം ഇവിടുന്ന് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. പിന്നെ ബാക്കിൽ പുറം ഇല്ല, എങ്ങനെ പുറത്തിൻ്റെ ഒരു പീസും ഇല്ല. ആ ഒരു കണ്ടീഷനിലാണ് അവിടെ മൃതദേഹം കിടക്കുന്നുണ്ടായത്. നാട്ടുകാരും തണ്ടർബോൾട്ട് സംഘവും മൃതദേഹം പ്രിയദർശിനി എസ്റ്റേറ്റിലെത്തിച്ചു. സംഭവസ്ഥലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ഇതിനിടെ കടുവയെ വീണ്ടും കണ്ടുവെന്ന് നാട്ടുകാർ. അപ്പോൾ ഒരു ഗർജനം പോലെ കേട്ടു, ഒരു ഗ്രറെന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ പരിസരമെല്ലാം വായിച്ച് ലേശങ്ങൾ നീങ്ങുമ്പോഴത്തേക്കും പുള്ളി ചാടി എണീച്ച്. കടുവ അവിടെ തന്നെ ഉണ്ട്. ക്ഷീണമാണ്, ഭയങ്കര ശരീരം കൊട്ടിയിട്ടുണ്ട്, നല്ല ഹൈറ്റാ. ബേഗൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലുള്ള പ്രദേശമാണ് പഞ്ചാരക്കൊല്ലി. ഒരു ഭാഗം വനം, കാപ്പി തേയിലത്തോട്ടങ്ങൾ മറുഭാഗത്ത്. വന്യമൃഗശല്യം രൂക്ഷമെങ്കിലും കാര്യമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനമായി. കൊല്ലപ്പെട്ട രാധയുടെ കുടുംബത്തിന് 11 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മന്ത്രി OR കേളു ഇന്ന് അറിയിച്ചു. നാട്ടുകാരുടെ വലിയ പ്രതിഷേധമാണ് മന്ത്രിക്ക് ഇന്ന് വയനാട്ടിൽ നേരിടേണ്ടി വന്നത്. നാട്ടുകാരുടെ വൻ പ്രതിഷേധത്തിനാണ് പഞ്ചാരക്കൊല്ലി സാക്ഷ്യം വഹിച്ചത്. കടുവയെ കൊല്ലാതെ മൃതദേഹം മാറ്റാൻ സമ്മതിക്കില്ലെന്നും പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്നും നാട്ടുകാർ. അപ്പൊ ഈ പുല്ലിനെ കൊണ്ടിങ്ങനെ ഇട്ടാലേ ഞങ്ങക്ക് ജീവിക്കാണോ? അതുകൊണ്ട് പുല്ലിനെ പോയി പിടിക്കട്ടെ അവരെ. സ്ഥലത്തെത്തിയ മന്ത്രി OR കേളുവിന് നേരെയും കടുത്ത പ്രതിഷേധം. പ്രതിഷേധക്കാരെ ശാന്തരാക്കാൻ മന്ത്രി ശ്രമിച്ചെങ്കിലും കടുവയെ കൊല്ലുമെന്ന ഉറപ്പ് വേണമെന്ന നിലപാട്. ഇതുപോലൊരവസ്ഥ വരുമ്പോൾ
മന്ത്രി വരുന്നത്? എവിടെ മന്ത്രിയുടെ പോയി? കടുവനെ വെടിവെച്ച് കൊല്ലിടേ. ഓരോ മനുഷ്യന്റെ ജീവന് വിലയുണ്ട്. കടുവനെ നമുക്ക് പിന്നെ കൂട് വെച്ചിട്ടോ മയക്ക് വെടി വെച്ചിട്ടോ അടിയന്തരമായി പിടിച്ച് ഇതിനെ ഒഴിവാക്കണം. ആദ്യം അതാണ് ചെയ്യേണ്ടത്. അതാണ് ജനങ്ങളുടെ വികാരം. പ്രിയദർശിനി എസ്റ്റേറ്റ് ഓഫീസിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തി. പുറത്ത് പ്രതിഷേധം തുടർന്നു. ഇതിനിടെ കടുവയെ വെടിവെച്ചു കൊല്ലാനുള്ള ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് പുറത്ത്. ഇക്കാര്യം മന്ത്രി അറിയിച്ചു. ഉദ്യോഗസ്ഥർ ഇപ്പോൾ കൂട് വെക്കാനുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ കടന്നിട്ടുള്ളത്. അപ്പം പിന്നെ എത്രയും പെട്ടെന്ന് കൂട് വെച്ച് പിടിക്കുക ഒരു വശം നമ്മൾ നോക്കും. മറ്റേ ചില ഓർഡർ ഇറങ്ങുന്ന മുറയ്ക്ക് നമ്മൾ വെടിവെക്കാനുള്ള നടപടികൾ നമ്മൾ മറുവശത്ത് ശ്രമിക്കും. ഇതോടെ പ്രതിഷേധത്തിന് താൽക്കാലിക ശമനം. പിന്നാലെ മൃതദേഹം മാനന്തവാടിയിലെ വയനാട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കടുവയെ വെടിവെക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾക്കായി നോർത്തേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ KS ദീപയെ ചുമതലപ്പെടുത്തി. കടുവാ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ സുരക്ഷയ്ക്കായി പ്രദേശത്ത് ദ്രുതകർമ്മസേനയെ വിന്യസിക്കും. വിദഗ്ധ ഷൂട്ടർമാരും വെറ്ററിനറി ഡോക്ടർമാരും ജില്ലയിലെത്തും. എന്നാൽ ഈ പ്രദേശത്തുകാരുടെ ആശങ്കയ്ക്ക് ശാശ്വത പരിഹാരം എപ്പോഴുണ്ടാകുമെന്ന ചോദ്യമാണ് ബാക്കി. മനു ദാമോദരനോടൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 വയനാട്. കുറേ പ്രേക്ഷകരും ഇന്ന് യൂട്യൂബിൽ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. ബെന്നിച്ചൻ ചാക്കോ ചോദിക്കുന്നു, ജനങ്ങൾക്കുള്ള വേണ്ടിയുള്ള വകുപ്പും അതിൻ്റെ മന്ത്രിയും ആരാണെന്ന് ചോദിക്കുന്നു. ദിലീപ് PC പറയുന്നു, ഒരാളെ വന്യമൃഗം കൊന്നാൽ MLAയും മന്ത്രിയും കളക്ടറും DFOയും ഓടി വരും, നഷ്ടപരിഹാരം പ്രഖ്യാപിക്കും, ജോലി വാഗ്ദാനം. സത്യത്തിൽ ഇവർക്ക് നാണമില്ല എന്നാണ് ചോദിക്കുന്നത്. മറ്റെന്താണ് ഇവർക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നുകൂടി താങ്കൾ പറയണം. ദിനേശ് ഹരിപ്പാട് മെസ്കേൻ, ആ നാട്ടുകാരെ ഒട്ടും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെങ്ങനെയാണ് അവരെ കുറ്റം പറയുക? കാരണം കൺമുന്നിൽ മരണം പതുങ്ങി നടക്കുന്നു എന്നറിയുന്ന ഒരു ജനതയുടെ ആക്രോശമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ. അതുപോലെ ഹിബൂസ് വേൾഡ് പറയുന്നു, ഈ ആൾ പോയിട്ട് പിന്നെ കാശ് കൊടുത്തിട്ട് എന്താണ് കാര്യം? അമീന പറയുന്നു, ഒരു കടുവയെ പിടിച്ചിട്ട് പാർലമെൻറ്റിൻ്റെ മുന്നിൽ കൊണ്ടുവിടണം. അങ്ങനെ വളരെ വളരെ വയലൻ്റായിട്ട് ഒരുപാട് പ്രതികരണങ്ങൾ യൂട്യൂബിൽ വരികയാണ്. അപ്പോൾ വയനാട്ടിലെ ജനങ്ങളുടെ മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. എന്തായാലും പഞ്ചാരക്കൊല്ലിയിലെ കടുവയെ പിടികൂടാൻ ഊർജിതമായ ശ്രമം ഇപ്പോൾ വയനാട്ടിൽ തുടരുകയാണ്. മാനന്തവാടി നഗരസഭയിലെ പഞ്ചാരക്കൊല്ലി, പിലാക്കാവ്, ജസി, ചിറക്കര ഡിവിഷനുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കടുവയെ പിടികൂടാൻ സ്ഥലത്ത് വലിയ കൂടും സ്ഥാപിച്ചു കഴിഞ്ഞു. കൊല്ലപ്പെട്ട രാധയുടെ കുടുംബത്തിന് ധനസഹായത്തിൻ്റെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ കൈമാറി കഴിഞ്ഞു. രാധയുടെ കുടുംബാംഗങ്ങളെ മന്ത്രി OR കേളു സന്ദർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നു. സുർജിത്ത്, ഇപ്പോഴും അവിടെ ഒരു സംഘർഷ അവസ്ഥയാണോ നിലനിൽക്കുന്നത്? ജനങ്ങൾ വളരെ രോഷത്തിലാണ്. കാരണം അവർക്കിടയിൽ നിന്ന് ഒരാളെ എത്രയോ തവണ ഇത് ആവർത്തിക്കുന്നു. പറയൂ. SK, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ പഞ്ചാരക്കൊല്ലിയാണ്. പഞ്ചാരക്കൊല്ലി ഞാൻ നിൽക്കുന്നതിൻ്റെ ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന പ്രദേശത്തിൻ്റെ ഈ വഴി, തേയിലത്തോട്ടത്തിന് സമീപത്തിലൂടെയുള്ള ഈ വഴി കടന്നു പോകുന്ന ആ പ്രദേശത്തേക്കാണ്. വളരെ ദുഃഖകരമായ ഒരു അവസ്ഥ ഈ നാട്ടിൽ തളം കെട്ടി നിൽക്കുന്നു. നിലവിൽ അത് പ്രതിഷേധമല്ല, അവരെ സംബന്ധിച്ച് വല്ലാത്തൊരു അമർഷം ഉള്ള ഒരു സാഹചര്യം തന്നെയാണുള്ളത്. പക്ഷേ വനംവകുപ്പ് സക്രിയമായ നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഡ്രോൺ പരിശോധന, തെർമൽ ഡ്രോൺ പരിശോധന അടക്കം നടക്കുന്നുണ്ട്. കൂടുതൽ RRT സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇത് നോർത്ത് വയനാട് ഡിവിഷന്റെ ഭാഗമായിട്ടുള്ള ആ പ്രദേശമാണ്. ആ പ്രദേശത്തിലാണ്, പഞ്ചാരക്കൊല്ലിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. സൗത്ത് വയനാട്ടിൽ നിന്നും ഒപ്പം തന്നെ വയനാട് വൈൽഡ് ലൈഫിന്റെ ഭാഗങ്ങളിൽ നിന്ന് പോലും കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തിരച്ചിലടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നുമുണ്ട്. അത്തരത്തിൽ നീക്കം നടക്കുന്നുണ്ട്. പ്രധാനമായും ഈ മേഖല എന്ന് പറയുന്നത് വനവുമായി ചേർന്ന് കിടക്കുന്ന, തോട്ടത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ആ പ്രദേശത്താണ് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, വാഗേരിയിൽ പ്രജീഷ് കൊല്ലപ്പെട്ടിട്ട് 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിനിടയിലാണ് ഇത്തരത്തിൽ അതിദാരുണമായ സംഭവം വയനാട്ടിൽ വീണ്ടും ആവർത്തിക്കുന്ന നിലയുണ്ടായിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നോർത്തേൺ CCF ആയിട്ടുള്ള CCFനാണ് ഇതുമായി ബന്ധപ്പെട്ട, KS ദീപയ്ക്കാണ് ഇതുമായി ബന്ധപ്പെട്ട ചുമതല നൽകിയിരിക്കുന്നത്. ആ ചുമതലയിലേക്ക് അവർ കടന്നിട്ടുണ്ട്, അവർ എത്തിയിട്ടുണ്ട്. DFO മാർട്ടിൻ ഡോവൽ അടക്കമുള്ള ആളുകൾ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും വനംവകുപ്പ് ഈ കടുവയെ പരമാവധി വേഗത്തിൽ തന്നെ പിടികൂടാനുള്ള ദൗത്യം എന്നുള്ള തരത്തിൽ തന്നെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യമാണ് ഈ മേഖലയിലുള്ള ആളുകളെല്ലാം തന്നെ ഉന്നയിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ഈ നാട്ടുകാർ, ഇവിടുത്തെ ചെറുപ്പക്കാർ ഇവിടെയുണ്ട്. ഇവർ രാവിലെയും പ്രതിഷേധത്തിന്റെ എല്ലാം തന്നെ ഭാഗമായി നിന്നിരുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ച് സ്വാഭാവികമായും അവർ നേരിട്ട് കണ്ട അനുഭവം കൂടിയാണ്. ഈ ശരിക്കും ഇദ്ദേഹം, ഈ രാധയുടെ ഭർത്താവ് ഇവിടേക്ക് അവരെ കൊണ്ടുവന്നാക്കി അതിനുശേഷം യൂണിഫോം ഇടാൻ വേണ്ടി പോയതാണ്. തിരിച്ചു വരുമ്പോഴാണ് ഈ ഒരു ദാരുണമായ കാഴ്ച കണ്ടത്. സ്വന്തം ഭാര്യയാണ് മരിച്ചു കിടക്കുന്നത്. അതെ, തിരിച്ചു പോയ ശേഷം ഈ വാർത്ത അറിഞ്ഞ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിക്ക് വേണ്ടി ഓടി വന്നതാണ്. ഓടി വന്ന് അവർ കിടന്ന് സിറ്റുവേഷൻ ആ ഒരു പ്ലേസിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് പുള്ളിക്ക് മനസ്സിലാകുന്നത് സ്വന്തം ഭാര്യയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അപ്പം തന്നെ ബോധരഹിതനായി വീഴുകയായിരുന്നു. ഇപ്പോഴും ഹോസ്പിറ്റലാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കണ്ടു നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. നിലവിൽ ഇവിടെ ഇങ്ങനെ ഇത്തരത്തിലുള്ള കടുവയുടെയൊക്കെ ശല്യമുള്ള പ്രദേശമാണ്.
ഇതിനു മുന്നേ വന്യമൃഗങ്ങളെ ഈ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ കംപ്ലൈന്റ് കൊടുക്കാൻ പോയതാണ്. അതായത് അറ്റ്ലീസ്റ്റ് ഒരു കുരങ്ങിന്റെ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അതിനും കംപ്ലൈന്റ് കൊടുക്കാൻ പോയി. DFO അതിന് ഉദാഹരണത്തിന് മത്തി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഉണക്കമീൻ ഇട്ട് കൊടുക്കുക, അങ്ങനെ പറഞ്ഞ് നമ്മളൊരു കോമാളിയാക്കുകയായിരുന്നു. അതിനെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധിച്ചത്. ഞങ്ങൾ 100% ഉറപ്പ് തന്നെ ഞങ്ങൾക്ക് കടുവയെ പിടികൂടാൻ പറ്റും, അതിനെ കൊല്ലാൻ പറ്റും എന്നുള്ള തീരുമാനത്തിൽ തന്നെ ഞങ്ങൾ നിൽക്കുന്നത്. ആ ഒരു ശുഭ വാർത്ത കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്മൾ. നമുക്കിനിയിപ്പോ ഉറക്കമില്ലാത്ത രാത്രികളാണ്. ഇനിയിപ്പോ സമാധാനത്തിൽ നമുക്ക് ആർക്കും ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ശുഭ വാർത്ത, കടുവയെ പിടികൂടി അല്ലെങ്കിൽ വെടിവെച്ച് കൊന്നു എന്നുള്ള ഒരു വാർത്ത കേൾക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. എന്തായാലും ആ ശുഭവാർത്ത സംഭവിക്കട്ടെ. വനംവകുപ്പും ആഗ്രഹിക്കുന്നത് തന്നെയാണ്, വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും അവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അതിനെ എത്രയും വേഗം പിടികൂടുക എന്നുള്ളതാണ്. ഈ നരഭോജി പട്ടികയിലേക്ക് വന്ന ഒരു കടുവ ആ തരത്തിൽ തന്നെയാണ് കാണുന്നത്. ഒരാളെ ആക്രമിച്ചു കൊല്ലുന്ന ഒരു അനുഭവം, അത് വളരെ അസഹനീയമായ കാര്യം തന്നെയാണ്. ഒരു സ്ത്രീയെ ആക്രമിച്ചു കൊല്ലുന്നു. അവരുടെ ഭർത്താവ് ഇവിടെ താൽക്കാലിക വാച്ചറായി പ്രവർത്തിക്കുന്ന ആളാണ്. ഇനി എന്തെല്ലാം നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് ഇവർ ഉറ്റുനോക്കുന്നത്. 5 ലക്ഷം രൂപ ധനസഹായം നൽകി, ഇനി ബാക്കി തുക നാളെ നൽകുമെന്ന് പറയുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെയാണ് നടക്കുന്നത്. അതിനുശേഷം മൃതദേഹം ഇവിടേക്ക് രാവിലെ തന്നെ എത്തിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും എല്ലാം തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഈ തെരച്ചിലടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. എന്തായാലും ഈ ദൗത്യം ഫലപ്രാപ്തിയിലെത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്ന കാര്യവും. നാളെ ഈ മാനന്തവാടി നഗരസഭയിൽ ഹർത്താലാണ്. ഹർത്താൽ SDPI ഒപ്പം തന്നെ UDF-ഉമാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടെ നിരോധനാജ്ഞയും നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതായത് ഈ പ്രദേശത്തെ 4 ഡിവിഷനുകളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ വയനാട്ടിൽ ആവർത്തിക്കുന്നു എന്നുള്ള ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ എന്ന് പറയുന്നത് അതിഭയാനകമായ അവസ്ഥയിലേക്ക് മാറുന്നു. കടുവയായും പുലിയായും കാട്ടുപോത്തായും പന്നിയായും കുരങ്ങായും എല്ലാം തന്നെ വന്യമൃഗങ്ങൾ തുടർച്ചയായി നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥ അത് ആവർത്തിക്കപ്പെടുന്നു. അത് മനുഷ്യ ജീവന് പോലും ഹാനിയാകുന്ന വിധത്തിലേക്ക് വന്യമൃഗങ്ങൾ മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ പ്രദേശവാസികളുടെ ഉൾപ്പെടെയുള്ള ആശങ്ക. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ആ ഒരു ദൗത്യം വളരെ സജീവമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഒരുപക്ഷെ ഇത് കൂട്ടിൽ വീഴണം എന്നുള്ള തരത്തിലുള്ള ആ ഒരു പ്രതീക്ഷയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കുവയ്ക്കുന്നത്. ഇവിടെ തന്നെ മന്ത്രി ഓർക്കോട് സ്ഥലത്തുണ്ട്. അദ്ദേഹം ഇവിടെ ഉച്ചയോടുകൂടി എത്തിയിരുന്നു. ആ സമയത്ത് തന്നെ എത്തി. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ വേഗത്തിൽ തന്നെ നീക്കിയിട്ടുണ്ട്. ഈ നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലും എന്നുള്ള തരത്തിൽ ആ ഒരു പ്രഖ്യാപനം കൂടി ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവായി തന്നെ ഇറങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായും ആ നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ നാട്ടുകാരും പങ്കുവയ്ക്കുന്നു. അപ്പുറത്ത് മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്കാണ് ഈ രാധയുടെ മൃതദേഹം മാറ്റിയിരിക്കുന്നത്. ആ മൃതദേഹം നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇവിടെ എത്തിച്ച് സംസ്കരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. തെർമൽ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ വനംവകുപ്പ് എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ RRT സംഘം മാനന്തവാടിയിൽ നിന്നും ബത്തേരിയിൽ നിന്നും കൽപ്പറ്റയിൽ നിന്നുമൊക്കെ RRT സംഘം ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നുമുണ്ട്. അല്പസമയം മുമ്പ് സായുധധാരികളായിട്ടുള്ള വനംവകുപ്പ് സംഘം ഈ വനമേഖല കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടന്നിരുന്നു. കാരണം ഈ കടുവയെ വീണ്ടും കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഉച്ചയ്ക്ക് ശേഷം ആ പ്രദേശം കാണാൻ പോയ ആളുകളാണ്, അതിൽ 3 പേരാണ് ഈ പ്രദേശവാസികളുടെ ആളുകളാണ്. അവർ ഈ കടുവയെ വീണ്ടും കണ്ടു എന്നാണ് പറയുന്നത്. വീണ്ടും കണ്ട ശേഷം അവർ ഓടി പിടഞ്ഞെത്തുന്നത് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലേക്കാണ്. അവരോട് ചോദിച്ചപ്പോൾ അവർ കണ്ടു. കടുവ അവരെ കണ്ട വഴിക്ക് അത് എഴുന്നേറ്റ് നിന്ന് ശരീരം കുടഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. ആ കാഴ്ച കണ്ടു. ഒട്ടിയ വയറാണ്, നീളമുണ്ട്, ഉയരമുണ്ട്, കാണുന്ന പോലെയല്ല. ഓടി വരുന്നത് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലേക്കാണ് ആ 3 പേരും ഓടിയെത്തുന്നത്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് സ്വാഭാവികമായും വയനാട്ടിലെ മലയോര ജനതയെ സംബന്ധിച്ച് ആശങ്ക തന്നെയാണ്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ ദൗത്യം നടപ്പാക്കുന്നു. ആ ദൗത്യത്തിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുന്നു. കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഈ നോർത്തൺ CCF KS ദീപ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ DFO മാർട്ടിൻ ലോവലുണ്ട്. ആ തരത്തിൽ ദൗത്യം നടപ്പാക്കുന്നു. SKN. ഓക്കെ, നമുക്കൊപ്പം ചേർന്ന് സുർജിത്ത് അയ്യപ്പത്താണ് പഞ്ചാരക്കൊല്ലിയിൽ നിന്ന്. വളരെ സംഘർഷം നിലനിൽക്കുകയാണ്. ഈ പ്രദേശം നിരോധനാജ്ഞയും നിലനിൽക്കുന്നുണ്ട്. JP വാര്യർ പറയുന്നത് ശമ്പളവും പെൻഷനും കൊടുക്കാൻ നട്ടം തിരിയുന്ന സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിലേക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് ചോദിക്കുന്നത്. കുറേ ചർച്ച നടക്കും, അത്രയേ ഉള്ളൂ എന്നാണ്. നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അവിടുത്തെ ജനങ്ങൾക്ക് അവിടെ ഭീതി കൂടാതെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. എന്ത് കാരണത്താലായാലും ഈ കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ മനുഷ്യനെ കടിച്ചേറി കൊലപ്പെടുന്നുവെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാവും ഇവിടെ ഒരു സ്വൈര ജീവിതം ഉറപ്പുവരുത്തുക? അപ്പോൾ ഇത് ഇവിടെ ആക്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഒരുപാട് പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷേ ഇവിടെ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ഈ മുനമ്പം ഭൂമി തർക്കത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച സർക്കാർ തീരുമാനത്തെ ഇന്ന് ഹൈക്കോടതി വിമർശിച്ചു. ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ സർക്കാരിന് എന്ത് അധികാരമെന്ന് കോടതി ചോദിച്ചു. കമ്മീഷനെ നിയമിച്ചതിൽ ബുധനാഴ്ച വിശദീകരണം നൽകണമെന്നാണ് സർക്കാരിനോട് കോടതി പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റിസ് CN രാമചന്ദ്രനെ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനായി നിയമിച്ചത് ചോദ്യം ചെയ്ത വഖഫ് സംരക്ഷണ വേദിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ബിച്ചു കുര്യൻ
സർക്കാരിനെതിരെ ഉന്നയിച്ചത് അതിരൂക്ഷ വിമർശനം. കമ്മീഷനെ സർക്കാർ നിയമിച്ചത് കണ്ണിൽ പൊടിയിടാനാണ്. വഖഫ് കേന്ദ്രപരിധിയിൽ വരുന്ന വിഷയമാണ്. അതിൽ സംസ്ഥാന സർക്കാരിന് എങ്ങനെ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനാകുമെന്ന് ഹൈക്കോടതി ചോദിച്ചു. ഉടമസ്ഥാവകാശം സിവിൽ കോടതി തീർപ്പാക്കിയ കേസിൽ ഇടപെടാനാകില്ല. കമ്മീഷന്റെ നിയമനം ദോഷകരമായ ഫലമുണ്ടാക്കുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. ഭൂവിഷയം സംസ്ഥാനത്തിന്റെ അധികാര പരിധിയിലാണെന്നായിരുന്നു സർക്കാരിന്റെ വിശദീകരണം. കേസ് ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. 24 കൊച്ചി. ദിനേഷ് ഹരിപ്പാട് പറയുന്ന ഒരു കാര്യം എസ് കെ, ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? വന്യമൃഗങ്ങൾ കൊടുക്കുന്ന പരിഗണന മനുഷ്യന് കൊടുക്കണം. അത് തമാശയായിട്ടാണ് എസ് കെ വായിച്ചത്. ഒരിക്കലുമല്ല, ഞാനത് വളരെ സീരിയസ് ആയിട്ട് തന്നെ വായിച്ചു. പക്ഷേ മൃഗസംരക്ഷണ നിയമമൊക്കെ വളരെ ഗുരുതരമായി പിന്തുടരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് അങ്ങനെ നിശ്ചിതമായ ചില കാര്യങ്ങൾ പറയാൻ പറ്റില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു രേഖ 24 ലഭിച്ചു. മുനമ്പം ഭൂമി കേസിൽ ഒരു സുപ്രധാന രേഖയാണത്. തിരുവിതാംകൂർ സർക്കാർ 1901 തയ്യാറാക്കിയ സെറ്റിൽമെൻറ്റ് രജിസ്റ്ററിൻ്റെ പകർപ്പാണ് നമുക്ക് ലഭിച്ചത്. ഇത് പ്രകാരം മുനമ്പത്തെ തർക്കഭൂമി പുഴപ്പുറമ്പോക്കാണ്. സെൻട്രൽ ആർക്കൈവീസിൽ സൂക്ഷിച്ച രേഖകളുടെ പകർപ്പാണ് 24 കിട്ടിയത്. വളരെ അപൂർവമായ രേഖയാണ്. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ 1901 രേഖയാണ്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. സർക്കാരിൻ്റെ പുഴപ്പുറമ്പോക്ക് ഭൂമിയാണ്. അത് കാരണം 1901 സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ അത് പബ്ലിഷ് ചെയ്തത് 1905 അതിനകത്ത് അത് പുഴപ്പുറമ്പോക്കായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പുറമ്പോക്ക് എന്ന് പറയുകയും അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് പുഴയെന്നും എഴുതിയിട്ടുണ്ട്. ശ്യാംകുമാർ നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ശ്യാം, ഇങ്ങനെയൊരു രേഖ, അത് എനിക്കൊന്ന് വളരെ നിർണായകമാണ്. ഈ രേഖയുടെ പ്രാധാന്യം പറയൂ. തീർച്ചയായും. കാരണം കഴിഞ്ഞ തവണ മുനമ്പം കേസ് പരിഗണിച്ചപ്പോൾ വഖഫ് ട്രിബ്യൂണൽ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നത് 1901 ഈ ഭൂമിയുടെ നിലവിലെ സ്ഥിതി എന്തായിരുന്നു എന്നതിൽ ഏതെങ്കിലും രേഖകളുണ്ടോ അത് ഹാജരാക്കണമെന്നുള്ളതായിരുന്നു. സെൻട്രൽ ആർക്കൈവ്സിൽ സൂക്ഷിച്ചിരുന്ന ആ രേഖയുടെ പകർപ്പാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. അതിൽ തിരുവിതാംകൂർ സർക്കാരിൻ്റെ ആ രേഖയിൽ പറഞ്ഞിരിക്കുന്നത് നിലവിലുള്ള 560 ഏക്കർ 39 സെൻറ്റ് ഭൂമി അന്ന് പുഴപ്പുറമ്പോക്കായിരുന്നു എന്നുള്ളത് ആ രേഖയിൽ വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. സമരസമിതിയും ഏകദേശം ഇതേ അഭിപ്രായം തന്നെയാണ് നേരത്തെയും ഉന്നയിച്ചിരുന്നത്. ഏതായാലും തിരുവിതാംകൂർ സർക്കാർ തയ്യാറാക്കി സൂക്ഷിച്ച ആ രേഖ അത് കോടതികളിൽ പോലും എത്തിപ്പെടാത്ത വാദം, ഈ കേസിൻ്റെ വാദം പലതവണ നടന്നപ്പോൾ കോടതിയിൽ എത്തിപ്പെടാത്തൊരു രേഖയാണ്. അത് സമരസമിതിക്കാർ ഉൾപ്പെടെ ചോദിക്കുകയും കോടതിയിൽ ഹാജരാക്കാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്ന രേഖയാണ് നമ്മളിന്ന് പുറത്തുവിടുന്നത്. ഏകദേശം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വളരെ നിർണായകമാകുന്ന ഒരു രേഖ കൂടിയാണ് ഇന്നിപ്പോൾ സെൻട്രൽ ആർക്കൈവ്സിൽ നിന്ന് ഈ ലഭിച്ചതിൻ്റെ നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും മുനമ്പം കേസ് അതിനിർണായകമായി പോകുമ്പോഴാണ് നേരത്തെ വഖഫ് ട്രിബ്യൂണലും സമരസമിതിയും ഒക്കെ ആഗ്രഹിച്ച അല്ലെങ്കിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട ആ രേഖ സർക്കാരിൻ്റെ കൈവശമുള്ളത് തന്നെ നമ്മൾ പുറത്തുവിടുന്നത്. സ്കെയിൻ. ഓക്കെ, താങ്ക് യു ശ്യാംകുമാർ. ഇനി മുനമ്പം സമരസമിതി കൺവീനർ ബെന്നി ജോസഫ് നമുക്കൊപ്പം ടെലിഫോണിൽ ചേരുന്നു. ബെന്നി ജോസഫ്, നമസ്കാരം. പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ഈ രേഖയുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്താണ്? ഈ രേഖയുടെ ഒരു ഇമ്പാക്റ്റ് ഇനി എങ്ങനെയായിരിക്കും? ഹലോ, താങ്കൾ കേൾക്കാമോ? അതായത് 1901 ഒരു രേഖ ഇപ്പൊ കിട്ടിയിരിക്കുകയാണല്ലോ. അതനുസരിച്ച് പുഴ പുറമ്പോക്കാണ് ഈ ഭൂമി, അല്ലേ? അതെ. അപ്പോൾ എന്തായിരിക്കും ഇനി ഈ സമരത്തിൽ ഈ രേഖയുടെ ഒരു പ്രാധാന്യം? ഈ രേഖയുടെ ഒരു പ്രാധാന്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. കാരണം ഇത് വഖഫ് ഭൂമിയാണോ അതല്ലെങ്കിൽ ഈ താമസക്കാരുടെ ഭൂമിയാണോ എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള അടിസ്ഥാന പ്രശ്നം. ഈ രേഖ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ 100% ഉറപ്പായി ഇത് വഖഫല്ല എങ്കിൽ പിന്നെ കേരള ഗവൺമെന്റിന്റെ ലാൻഡ് റൂൾസ് ആക്ട് അനുസരിച്ചിട്ട് രജിസ്ട്രി വിഭാഗം രജിസ്റ്റർ ചെയ്ത് തന്നിരിക്കുന്ന ഭൂമിയാണ് ഇവിടുത്തെ താമസക്കാർ വാങ്ങിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഇവിടുത്തെ താമസക്കാരുടെ ഭൂമിയായിട്ട് മാറുകയാണ്. വഖഫിന്റെ അവകാശവാദം ഇതോടുകൂടി, അതായത് വഖഫ് ബോർഡ് തെറ്റായ രീതിയിലാണ് ഈ ഭൂമി എഴുതിയെടുത്തിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇപ്പൊ ഒരു നോട്ടീസ് തരാതെ, സർവേ നടത്താതെ, അതിരുകൾ അടയാളപ്പെടുത്താതെ ഇവിടുത്തെ താമസക്കാരെ കേൾക്കാതെയാണ് എഴുതിയെടുത്തത്. ഇന്നിപ്പോ ഒരു ജുഡീഷ്യൽ കമ്മീഷന് വെച്ചു. ഇവിടെയുള്ള മുഴുവൻ ആളുകളെയും കേൾക്കാൻ അദ്ദേഹം തയ്യാറായി. 2008 വെച്ച കമ്മീഷൻ, ആ കമ്മീഷൻ ഇവിടെയുള്ള താമസക്കാർക്ക് ഒരു നോട്ടീസ് നൽകുകയോ അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും ഞങ്ങൾക്ക് ഒരു റിപ്പോർട്ടും തന്നിട്ടില്ല.
വഖഫ് ബോർഡ് ഏകാധിപത്യപരമായി ഏകപക്ഷീയമായി വഖഫ് രജിസ്റ്ററിൽ ഈ ഭൂമി എഴുതി ചേർത്തു. അതാണ് ഇന്ന് ഞങ്ങൾക്ക് വിനയായി മാറിയത്. അത് വഖഫ് ബോർഡ് എല്ലാ നിയമങ്ങളും മാനുഷിക പരിഗണനയും നിയമവും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അന്ന് എഴുതിയെടുത്തത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഇത് വഖഫ് അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് വഖഫ് ബോർഡ് ഇതിന്റെ അവകാശവാദം ഉന്നയിച്ച് ഉപേക്ഷിച്ച് പോവുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളും ഈ നാട്ടിലെ സാമുദായിക സൗഹാർദ്ദവും മതേതരത്വവും എല്ലാം കാത്തു സൂക്ഷിക്കാൻ സാധിക്കും. അതിന് മനസ്സിലായി. താങ്ക് യു ബെന്നി ജോസഫ് ഈ പരിപാടിയിൽ പങ്കെടുത്തതിന്. എന്തായാലും 1901 ഒരു രേഖയനുസരിച്ച് ഈ പറയുന്ന പ്രദേശം പുഴ പുറമ്പോക്കാണ് എന്ന് വരുന്നു. സെൻട്രൽ ആർക്കൈവ്സിൽ നിന്നാണ് ഈ രേഖ ഇവർക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളതെന്ന് കൂടി മനസ്സിലാക്കുന്നു. വളരെ സന്തോഷകരമായ വാർത്ത. ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള FC-ക്ക് തകർപ്പൻ വിജയം. കോഴിക്കോട് നടന്ന മത്സരത്തിൽ 2-നെതിരെ 6 ഗോളുകൾക്ക് ഗോകുലം ഇന്റർകാശിയെ തോൽപ്പിച്ചു. ഗോകുലത്തിനായി സ്റ്റാനി സാവിച്ച് ഹാട്രിക് നേടി. കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ നിന്ന് ദീപക് തർമ്മടം തത്സമയം ചേരുന്നു. പറയൂ ദീപക്. SKN ഒരുപക്ഷെ മിന്നും വിജയം. ഐ ലീഗിലെ ഏറ്റവും സൂപ്പർ പെർഫോമൻസ് ഗോകുലം FC പുറത്തെടുത്ത കളിയായിരുന്നു. ആദ്യ ഗോൾ ഇന്റർകാശി നേടിക്കൊണ്ട് കളിക്കളത്തിൽ, അതായത് സ്വന്തം തട്ടകത്തിൽ ഗോകുലം FC-യെ പ്രതിരോധിക്കാൻ ഒന്ന് വിറപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്നാൽ തളരാതെ ഗോകുലം FC ഗോൾ മഴ പെയ്യിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 2-നെതിരെ 6 ഗോൾ, 1 ഡസൻ ഗോൾ മഴ പെയ്യിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കളിക്ക് ഇത്രയും ദിവസം വിരസമായ ഒരു കളിക്കളമായിരുന്നു. ആ കളിക്കളത്തിന്റെ അന്തരീക്ഷം ആകെ മാറ്റി. എങ്ങനെയുണ്ടായിരുന്നു കളി? സൂപ്പർ. ആരെ ഗോളാണ് ഏറ്റവും ഇഷ്ടമായത്? ഇന്നത്തെ കളി പൊതുവെ നിങ്ങൾ എല്ലാ ദിവസവും കളി ഉണ്ടാവുന്നില്ല. എങ്ങനെയായിരുന്നു ഇന്നത്തെ കളി? നന്നായി. ഗോകുലം നല്ലതായിട്ട് പെർഫോം ചെയ്തു. ഗംഭീര കളിയായിരുന്നു. നിലവിലുള്ള എല്ലാ സ്കോറിംഗ് പോരാന്ന് പറഞ്ഞത് കംപ്ലീറ്റ് കോഴിക്കോട് ഫുട്ബോൾ പ്രേമികളുടെ ആശങ്ക ഇതോടുകൂടി തീർത്തു. ഗോകുലം സ്കോർ ചെയ്യുന്നതല്ല, 6 ഗോളാണ് സ്കോർ ചെയ്തത്. ആദ്യം 2 ഗോളിനാണ് ജയിച്ചു. SKN ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഗോകുലം FC ആരാധകരുടെ പരാതി ഈ സ്ട്രൈക്കേഴ്സ് പെർഫോം ചെയ്യുന്നില്ല, ഗോൾ മഴ പെയ്യിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. ആ പരാതി, ആരാധകരുടെ പരാതി കൃത്യമായി തിരുത്തിക്കൊണ്ട് ഇന്ന് ഗോൾ മഴയായിരുന്നു. കളിക്കളത്തിൽ ആദ്യം ഗോളടിച്ച ഇന്റർകാശിയെ വിറപ്പിച്ചുകൊണ്ട് തുടരെയുള്ള ഗോൾ മഴയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 95-ാം നമ്പർ താരം, സ്പെയിൻ താരം ഒരു ഹാട്രിക് ഗോൾ അടിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഡബിൾ ഗോളുമായും 17-ാം നമ്പർ താരം ഉണ്ടാകുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കളിക്കളത്തിൽ ഇന്ന് ഗോകുലം FC ഗോൾ മഴ പെയ്യിച്ച് അടരാടുന്ന കാഴ്ചയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു കളി? അടിപൊളി. ആകെയുള്ള ആ പഴയ മുഷിപ്പൊക്കെ മാറി. ഗോകുലം FC ഗോൾ അടിക്കുന്നില്ല എന്നുള്ള പരാതിയായിരുന്നല്ലോ ആദ്യം. അപ്പൊ ഈ ഗോകുലം FC-യുടെ ഒരു കളിയിലെ പ്രകടനത്തിൽ ഇന്ന് മിന്നും പ്രകടനം പുറത്തെടുത്ത് തകർപ്പൻ. താങ്ക് യു. ദീപക് തർമ്മടമാണ് കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സ്വകാര്യ നഴ്സിംഗ് കോളേജിലെ മെറിറ്റ് സീറ്റ് അട്ടിമറിയിൽ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ. നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രാർക്കെതിരായ അന്വേഷണത്തിന് ആരോഗ്യവകുപ്പ് മന്ത്രി ശുപാർശ നൽകിയ രേഖകൾ 24 ലഭിച്ചു. മെറിറ്റ് സീറ്റ് അട്ടിമറി വാർത്ത 24 പുറത്തു കൊണ്ടുവന്നത്. കഴിഞ്ഞ ഡിസംബർ 20 നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രാർക്കെതിരെ അംഗങ്ങൾ ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകുന്നു. ജനുവരി 9 ഇതിൽ ആരോഗ്യമന്ത്രി ഇങ്ങനെ കുറിച്ചു: സമഗ്ര അന്വേഷണം നടത്തുക. വകുപ്പിന്റെ പരിധിയിൽ നിൽക്കുന്നതല്ല അന്വേഷണം എന്നതുകൊണ്ട് വിജിലൻസ് അന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പിന്റെ സഹായത്തോടെ നടപടി സ്വീകരിക്കുക. ആരോഗ്യമന്ത്രി ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കൈമാറിയ ശുപാർശ ആഭ്യന്തര വകുപ്പിന് കൈമാറും. നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രാറുടെ വിശദീകരണം തേടിയ ശേഷമാകും വിജിലൻസിന് കൈമാറുന്നത്. സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിൽ കൗൺസിൽ നടത്തിയ പരിശോധന, അംഗീകാരം, അധികം സീറ്റുകൾ നൽകിയതിൽ എല്ലാം ആരോപണങ്ങളുണ്ട്. സ്വകാര്യ നഴ്സിംഗ് കോളേജുകൾ മെറിറ്റ് അട്ടിമറിച്ചത് 24 പുറത്തുവിട്ടത്. പിന്നാലെ വാളകം മേഴ്സി കോളേജിന്റെ സീറ്റ് വെട്ടിക്കുറയ്ക്കുകയും അഡ്മിഷൻ നിബന്ധനകൾ കർശനമാക്കി ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ആരോഗ്യമന്ത്രി വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തത്. നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രാർക്കെതിരെ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിട്ടുള്ളത്. എന്നാൽ നഴ്സിംഗ് മെറിറ്റ് സീറ്റ് അട്ടിമറിക്കാൻ നടത്തിയ എല്ലാ ക്രമവിരുദ്ധ ഇടപെടലുകൾക്കെതിരെയും അന്വേഷണം ഉണ്ടാകേണ്ടതുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. നന്ദനൻ KV പറയുന്നു, ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യ ഒരു വലിയ ശക്തിയായി മാറുന്നു. വിദേശ രാജ്യങ്ങളിലെ ഭരണാധികാരികളും എക്കണോമിസ്റ്റുകളുമാണ് സാധാരണ കാര്യം പറയുന്നത്. SKN പറഞ്ഞു കേട്ടപ്പോൾ സന്തോഷമായി. നന്ദനൻ, അത് പറയാൻ എന്താ വിഷമം? ലോകത്തിൻ്റെ മുന്നിൽ പല കാര്യങ്ങളിലും ഇന്ത്യ മുന്നിലാണ്, അല്ലെങ്കിൽ മുൻനിരയിലാണ്. അപ്പോൾ അത് വൻ പവറായിട്ട്, ഒരു ബിഗ് പവറായിട്ട്, വലിയ ശക്തിയായിട്ട് ഇന്ത്യ വളരുന്നതിൻ്റെ സൂചന തന്നെയാണ്.
തിരുവനന്തപുരം കഠിനംകുളത്തെ ആതിര എന്ന വീട്ടമ്മയുടെ കൊലപാതകം നടന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ്. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. ആതിരയുടെ ജീവനെടുത്തത് ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട അടുപ്പത്തിലായ ഒരു ജോൺസൺ ഔസേപ്പ്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പ്രതിയെ കോട്ടയത്ത് നിന്നാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. ജോൺസന്റെ മൊഴിയിൽ പുറത്തു വരുന്നത് ആസൂത്രിതമായ ഒരു കൊലപാതകത്തിൻ്റെ നടുക്കുന്ന വിവരങ്ങൾ. അതിലൂടെ നമ്മളൊന്ന് തിരിഞ്ഞു നടക്കുകയാണ്. ഒരു ക്രൈം ബ്രൂട്ടൽ ക്രൈം ആകുന്നത് എങ്ങനെയാണ്? അതിൻ്റെ രീതി കൊണ്ട് മാത്രമല്ല, അത് ചെയ്യുന്നത് വിശ്വസിച്ച ഒരാളാകുന്നത് കൊണ്ടുകൂടിയാണ്. പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന രണ്ടുപേർ, അതിലൊരാൾ മറ്റൊരാളെ ആ സമയം കുത്തിക്കൊലപ്പെടുത്തുന്നു. കഠിനംകുളം കൊലപാതകം ഒരു ബ്രൂട്ടൽ ക്രൈം ആകുന്നത് ഇങ്ങനെയാണ്. ഇക്കാണുന്ന വീട്ടിലാണ് ആതിര ക്രൂരമായി കൊല്ലപ്പെട്ടത്. ആതിരയുടെ ജീവിതത്തിൽ വില്ലനായത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഒരാൺ സുഹൃത്ത്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ 11:30 ഈ ക്ഷേത്രത്തിലെ ക്ഷേത്രപൂജാരിയായിരുന്ന ഭർത്താവ് ജോലി കഴിഞ്ഞ് മടങ്ങി തിരികെ വീട്ടിലെത്തി, അതായത് റോഡിന് എതിർവശത്തുള്ള വീട്ടിലെത്തി നോക്കുമ്പോഴാണ് ആതിരയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. ആതിര കൊല്ലപ്പെട്ട വീട്ടിൽ നിന്നും ഭർത്താവ് ജോലി ചെയ്ത ക്ഷേത്രത്തിലേക്കുള്ള ദൂരം വെറും 50 മീറ്റർ. അതുകൊണ്ട് തന്നെ പോലീസ് എല്ലാ സാധ്യതകളും പരിശോധിച്ച് ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തി. ഭർത്താവിനെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് അവിടേക്ക് മറ്റൊരു എൻട്രി. ജോൺസൺ ഔസേപ്പ്, അതായത് ആതിരയുടെ സുഹൃത്ത്. നിർണായകമായത് ആതിരയുടെ മൊബൈൽ ഫോണിലെ ചില വിവരങ്ങളും ആതിരയുടെ അമ്മയുടെ മൊഴിയും. ചൊവ്വാഴ്ച രാവിലെ 8:30 ആതിര കുട്ടിയെ സ്കൂൾ ബസ്സിൽ കയറ്റിവിട്ടത് കണ്ടവരുണ്ട്. ഭർത്താവായ രാജീവ് ക്ഷേത്ര ജോലിക്കായി രാവിലെ 5 മണിക്ക് പോയാൽ തിരികെ എത്തുന്നത് 12 മണിക്കാണ്. അതുകൊണ്ടാണ് പ്രതി ഈ സമയം തന്നെ, അതായത് ആതിരയ്ക്കൊപ്പം ആരുമില്ല എന്നുറപ്പിക്കുന്ന ഈ സമയം തന്നെ കൃത്യത്തിന് തിരഞ്ഞെടുക്കാനുള്ള കാരണം. ആരാണ് ഈ ജോൺസൺ ഔസേപ്പ്? റീൽസ് താരം, കൊല്ലം ദളവാപുരം സ്വദേശി. 5 വർഷം മുമ്പ് വിവാഹമോചനം നേടിയെങ്കിലും ഭാര്യയുടെ നാടായ ചെല്ലാനത്താണ് ഇയാൾ താമസിച്ചു വന്നിരുന്നത്. കൊല്ലപ്പെട്ട ആതിര ഇയാൾ പരിചയപ്പെടുന്നത് 10 മാസം മുൻപ് റീൽസ് ഗ്രൂപ്പിലൂടെ. അങ്ങനെ റീൽസ് ഗ്രൂപ്പിൽ തുടങ്ങിയ പരിചയം കടുത്ത പ്രണയത്തിലേക്ക് എത്തിച്ചേരുന്നു. കഠിനംകുളത്തെ ആതിരയുടെ വീട്ടിൽ ജോൺസൺ സ്ഥിരമായി എത്താറുണ്ടായിരുന്നു. മാത്രവുമല്ല, ഇവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിലും പലപ്പോഴും ഏർപ്പെട്ടു. ഇക്കാര്യം അറിഞ്ഞ ഭർത്താവ് രാജീവ് അത് വിലക്കിയതുമാണ്. പക്ഷേ ആതിര തന്നോടൊപ്പം വരണമെന്ന ജോൺസന്റെ വാശി ആതിരയുടെ ജീവനെടുത്തു. എങ്ങനെയായിരുന്നു ആ ക്രൂരകൃത്യം? ജോൺസൺ എല്ലാം ആസൂത്രണം ചെയ്താണ് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. കൃത്യം നടക്കുന്നതിന് 5 ദിവസം മുൻപ് പെരുമാതുറയിലെ ഒരു ലോഡ്ജിൽ ജോൺസൺ മുറിയെടുത്ത് താമസിച്ചു. ആ ദിവസം, അതായത് ചൊവ്വാഴ്ച രാവിലെ 8:30 ആതിരയുടെ കുട്ടി സ്കൂളിലേക്ക് പോകും വരെ കാത്തുനിന്നു. അതിനുശേഷം വീടിനുള്ളിലേക്ക് കയറി ആതിരയോട് ചായ ആവശ്യപ്പെട്ടു. കയ്യിൽ കരുതിയിരുന്ന കത്തി അതെടുത്ത് ബെഡിനടിയിൽ സൂക്ഷിച്ചു. ശേഷം ഇരുവരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതിനിടെ ക്രൂരമായി മുൻപ് സൂക്ഷിച്ചിരുന്ന കത്തിയെടുത്ത് ആതിരയുടെ കഴുത്തിൽ കുത്തി ആതിരയുടെ ജീവനെടുത്തു. കൊലപാതകത്തിനു ശേഷം രക്തം പുരണ്ട തൻ്റെ ഷർട്ട് അവിടെ ഉപേക്ഷിച്ച് ആതിരയുടെ ഭർത്താവിൻ്റെ ഷർട്ടിട്ട് ആതിരയുടെ സ്കൂട്ടറിൽ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയ ജോൺസൺ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. എന്തായിരുന്നു കൊലപാതകത്തിൻ്റെ കാരണം? ഇവർ തമ്മിൽ, ആതിരയും ജോൺസണും തമ്മിൽ പണമിടപാടുണ്ടായിരുന്നു. ആദ്യം 1 ലക്ഷം രൂപ, പിന്നീട് ഈ കൃത്യം നടക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് 2500 രൂപയും ആതിരയുടെ പക്കൽ നിന്നും ജോൺസൺ വാങ്ങി. എന്നാൽ അതല്ല കൊലപാതക കാരണം. ഒപ്പം താമസിക്കണമെന്ന ജോൺസന്റെ വാശി അത് ആതിര നിരസിച്ചു. കുട്ടിയുള്ളതിനാൽ ഒപ്പം വരാൻ കഴിയില്ലെന്ന് ആതിര തുറന്നു പറഞ്ഞു. ഇതാണ് ജോൺസനെ പ്രകോപിപ്പിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് രക്ഷപ്പെട്ട ജോൺസൺ പിന്നെ പൊങ്ങിയത് കോട്ടയം ചിങ്ങവനത്താണ്. അവിടെ ഒരു വീട്ടിൽ ഹോം നേഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു ഇയാൾ. അവിടേക്ക് തന്നെയാണ് ഇയാൾ മടങ്ങിയെത്തിയത്. ഈ വാർത്തയിൽ ഒക്കെ ജോൺസന്റെ പടം പ്രചരിച്ചതോടെ വീട്ടുകാർ ഈ വിഷയത്തിൽ ഇയാളെ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഇയാളെ അവിടെ ബലം പ്രയോഗിച്ച് പിടിച്ചിരുത്തി. ഇതോടെ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു
ജോൺസൺ. ഒടുവിൽ പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രണയത്തിന്റെയും സ്നേഹത്തിന്റെയും പേരിൽ എത്രയെത്ര കൊലപാതകങ്ങൾ, എത്ര സമർത്ഥമായി ചെയ്ത കുറ്റകൃത്യമാണെങ്കിലും ഒരിക്കൽ പിടിക്കപ്പെടുമെന്നുറപ്പ്. പാറശാല ഷാരൂൺ രാജു കൊലപാതക കേസിലെ പ്രതിക്ക് വധശിക്ഷ നൽകുന്നത് കിട്ടിയത് നമ്മൾ കുറച്ച് ദിവസം മുൻപ് കണ്ടതാണ്. അനാഥമായി പോയ ആതിരയുടെ കുട്ടി ഇപ്പോഴും ആ വീട്ടിലുണ്ട്. കൊലപാതകവും ക്രൂര പീഡനവുമൊന്നും പ്രണയമല്ല, സ്നേഹമല്ല എന്ന് ആവർത്തിച്ചു പറയേണ്ടി വരുന്നു. ക്യാമറമാൻ സിറിലിനൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. സുലൈമാൻ അബ്ദുൽ ഖാദർ പറയുന്നത് SKN ഇന്നലെ പ്രൈം ടൈം കഴിഞ്ഞപ്പോൾ SKN പറയാതെ ബാലകൃഷ്ണൻ കഴിഞ്ഞ് ഒറ്റ പോക്കങ്ങ് പോയി. എന്താ പതിവില്ലാത്തൊരു ശീലം എന്ന് പറഞ്ഞു. ഞാനങ്ങനെ വെറുതെ പോയതല്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല S വിജയകുമാർ നമുക്കൊപ്പം ചേരുകയുണ്ടായി. അപ്പോൾ ഒരു കാര്യം അവിടെ തുടരുകയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ആ വാർത്ത വിജയകുമാർ തുടർന്ന് കൊണ്ടുപോവുകയായിരുന്നു. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് പലയിടത്തും കാട്ടാന ഭീതി ഒഴിയുന്നില്ല. ഇടുക്കി മറയൂർ ചിന്നാർ റോഡിൽ ബസ്സിന് മുൻപിൽ എത്തിയ ഒരു കാട്ടാന വല്ലാതെ പരിഭ്രാന്തി പരത്തി. അവിടെ പാലക്കാട് ചുള്ളിമടയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചെന്ന് മറ്റൊരു വാർത്തയും വരുന്നു. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് മയക്കുവെടി വെച്ച് ചികിത്സ കൊടുത്തു. മസ്തകത്തിലെ ആഴത്തിലുള്ള മുറിവിൽ നിന്ന് പഴുപ്പ് നീക്കം ചെയ്ത ശേഷം മരുന്നും ആന്റിബയോട്ടിക്കുകളും നൽകി ആനയെ കാട്ടിലേക്ക് പറഞ്ഞുവിട്ടു. ആനയ്ക്ക് തുടർ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് വനംവകുപ്പ് അറിയിച്ചു. 1.5 ദിവസം മുൻപ് ദൗത്യത്തിനിടെ കാട്ടിലേക്ക് ഉൾവലിഞ്ഞ ആനയെക്കുറിച്ച് വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. രാവിലെ 6:30 ആനയുടെ നിർണായക ദൃശ്യങ്ങൾ 24 ക്യാമറ കണ്ണിൽ പതിഞ്ഞു. 6:50 മുറിവേറ്റ ആന തന്നെയാണെന്ന് 24 സംഘം സ്ഥിരീകരിച്ചു. പിന്നാലെ വിവരം വനം വകുപ്പിന് കൈമാറി. 3 കാട്ടാനകൾക്കൊപ്പം നിന്ന കൊമ്പൻ വെറ്റിലപ്പാറ 14 നിന്ന് ചാലക്കുടിപ്പുഴയിലെ തുരുത്തിലേക്ക് മാറി. ഇതിനിടയിൽ ദൗത്യസംഘം മേഖലയിലെത്തി. കാട്ടാനക്കൂട്ടത്തിൽ നിന്ന് വേർപെടുത്തിയ കൊമ്പനെ കാലടി പ്ലാന്റേഷന്റെ 2ാം ബ്ലോക്കിൽ വെച്ച മയക്കുവെടി വെച്ചു. രണ്ടു തവണ വെടിയേറ്റ കൊമ്പൻ അരമണിക്കൂറിനുള്ളിൽ മയങ്ങി. പിന്നാലെ ആനയെ വടം വച്ചു ബന്ധിപ്പിച്ച ശേഷം കണ്ണ് കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടി. ഏണിയിൽ കയറി നിന്ന ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ ആനയ്ക്ക് ചികിത്സ നൽകി. ആനയ്ക്ക് തുടർ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് DFO R ലക്ഷ്മി. മയക്കം വിട്ടുമാറിയ ആനയെ പിന്നീട് വനംവകുപ്പിന്റെ നിരീക്ഷണത്തിൽ കാട്ടിൽ മോചിപ്പിച്ചു. അതിരപ്പള്ളിയിൽ നിന്നും സൂരജ് സജി, 24. നമ്മുടെ വാർത്താ സംഘം ഒരു മിന്നുന്ന പ്രകടനമാണ് ശരിക്കും ഈ അതിരപ്പള്ളിയിൽ കാണിച്ചത്. കാരണം അവർ വളരെ രാവിലെ മുതൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാട്ടാനയെ കണ്ടെത്തിയ നിമിഷം തന്നെ അവർ ദൗത്യ സംഘത്തെ അറിയിക്കുകയാണ് ചെയ്തത്. ഈ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ ദൗത്യസംഘം അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഈ കാട്ടാന നമ്മുടെ ക്യാമറ കണ്ണുകളിലേക്ക് വന്ന് കയറിയത്. ഉടൻ തന്നെ നമ്മുടെ വാർത്താ ഡെസ്കിലേക്ക് വിവരം കൈമാറുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ഈ ദൗത്യ സംഘത്തെ വിവരം അറിയിച്ച് കുറച്ചുകൂടി ഉത്തരവാദിത്ത ബോധമുള്ളവരാണ് നമ്മുടെ ആളുകൾ എന്ന് 24 തെളിയിക്കുകയായിരുന്നു ഇന്ന് രാവിലെ. മലപ്പുറം ഉറുങ്ങാട്ടേരിയിൽ കാട്ടാന കിണറ്റിൽ വീണ സംഭവത്തിൽ ജില്ലാ ഭരണകൂടവും വനംവകുപ്പും നാട്ടുകാരുമായി നടത്തിയ ചർച്ച വിജയമായി. വന്യമൃഗശല്യത്തിൽ കൃഷിനാശം സംഭവിച്ചവർക്ക് കൂടുതൽ നഷ്ടപരിഹാരം നൽകാൻ യോഗത്തിൽ തീരുമാനമായി. കാട് കയറിയ കൊമ്പനെ കുങ്കിയാനകളെ ഉപയോഗിച്ച് ഇപ്പോൾ നിരീക്ഷിച്ചു വരുന്നു. മലപ്പുറം കലക്ട്രേറ്റിൽ വെച്ചാണ് ഇന്നലെ ഉണ്ടാക്കിയ ധാരണ പ്രകാരം ജില്ലാ കലക്ടറും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കാട്ടാന കിണറ്റിലകപ്പെട്ട പ്രദേശത്തെ നാട്ടുകാരുമായി ചർച്ച നടത്തിയത്. പ്രധാനപ്പെട്ട 4 തീരുമാനങ്ങളാണ് ചർച്ചയിലുണ്ടായത്. 7.5 കിലോമീറ്റർ ദൂരത്തിൽ തൂക്കുവൈദ്യുത വേലി വനമേഖലയോട് ചേർന്ന് സ്ഥാപിക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതിനുള്ള ടെൻഡർ നടപടികൾ തുടങ്ങും. ST വിഭാഗക്കാർ താമസിക്കുന്ന മേഖലയിൽ ലൈറ്റുകൾ സ്ഥാപിക്കും. കൃഷിനാശം സംഭവിച്ചവർക്ക് കൂടുതൽ നഷ്ടപരിഹാര തുക നൽകാനും ധാരണയായി. കാട്ടാന വിള നശിപ്പിക്കുന്നത് ജനങ്ങളുടെ പ്രധാന പരാതികളിൽ ഒന്നായിരുന്നു. അവിടെ ഉണ്ടായിട്ടുള്ള കൃഷിനാശത്തിൻ്റെ കേസിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ അതിൻ്റെതായ ഉള്ള പോർട്ടലിൽ അവർ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ പൈസ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കാനുള്ള
ഒരു ഇതും സ്വീകരിക്കുമെന്നുള്ള ഇതും കൂടി നമ്മൾ തീരുമാനിച്ചെടുത്തിട്ടുണ്ട്. ഫെൻസിങ്ങിൻ്റെ കാര്യത്തിൽ നാളെ തന്നെ തീരുമാനമാണ്. നാളെ തന്നെ അവിടുത്തെ അലൈൻമെൻറ്റുകൾ പരിശോധന ആരംഭിക്കാനുള്ള തീരുമാനം ഇവർ ഉടൻ തന്നെ എടുത്തു. കൃഷിഭൂമിയുടെ നാശനഷ്ടവുമായി ബന്ധപ്പെട്ട കാര്യത്തിനും ഒരു സൊല്യൂഷൻ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഗൈഡൻസ് ഇവർ നൽകി കഴിഞ്ഞു. ഊർങ്ങാട്ടിരിയിൽ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി കാട്ടിലേക്ക് അയച്ച കൊമ്പനെ 2 കുങ്കിയാനകളെ ഉപയോഗിച്ച് നിരീക്ഷിച്ചു വരികയാണ്. കുങ്കിയാനകളായ കോന്നി സുരേന്ദ്രനും വിക്രമുമാണ് ഊർങ്ങാട്ടിരിയിലുള്ളത്. ആന ഉൾവനത്തിലെന്നതാണ് നിഗമനം. കിണറിന്റെ നഷ്ടപരിഹാര തുകയായ 1.5 ലക്ഷം രൂപ ഉടമ സണ്ണിക്ക് വനം വകുപ്പ് കൈമാറി. 24 മലപ്പുറം. ഒരു പ്രേക്ഷകൻ എഴുതിയിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ സ്ഥലപ്പേരൊക്കെ വല്ലാത്തൊരു പേരാണ്. നാളത്തെ സുഭാഷിതം ഇന്നേ പറഞ്ഞിരുന്നെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേക്കണ്ടായിരുന്നു. മോർണിംഗ് ഷോയിൽ ആദ്യം പറയുന്ന സുഭാഷിതത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ നോക്കിയാൽ ഒരിക്കലും എഴുന്നേക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ കൂടി വേണം ചെയ്യാമാണല്ലോ സുഹൃത്തേ. കോഴിക്കോട് വിവാഹ സംഘം റീൽ ചിത്രീകരിച്ച സംഭവത്തിൽ വാഹനമോടിച്ച 7 പേർ അറസ്റ്റിലായി. 7 വാഹനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. 5 വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ രാഹുൽ. SKN കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു കല്യാണം വൈറലാക്കാൻ വേണ്ടി അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച് റീൽസ് ചിത്രീകരിച്ച ശേഷം ഇത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചത്. അത് നമ്മൾ ദൃശ്യങ്ങൾ സഹിതം വാർത്തയാക്കിയിരുന്നു. അതിന് പിന്നാലെ അന്ന് തന്നെ പോലീസ് കേസെടുത്തിരുന്നു. പക്ഷേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ 7 പേരെ വളയം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ റീൽസിൽ പങ്കെടുത്ത ആഡംബര വാഹനങ്ങൾ ഉൾപ്പെടെ 7 വാഹനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ 5 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു എന്നും കൂടി പോലീസ് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ തുടർന്ന് നടപടി മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്നുമാണ് ഉണ്ടാകുന്നത്. അത് ലൈസൻസ് ഉൾപ്പെടെ കട്ട് ചെയ്യുന്ന നടപടികളിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടക്കുമെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന സൂചന. നാളെ ഇത് സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പ് വിശദമായുള്ള പരിശോധന വാഹനത്തിൽ നടത്തും. അതുമാത്രമല്ല, റീൽസ് ഒന്നുകൂടി ഈ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കും. അതിനുശേഷം ഈ 7 പേരുടെയും ലൈസൻസ് കട്ട് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് പോകും. എന്താണെങ്കിലും സമൂഹത്തിന് കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകുന്ന നടപടി കൂടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. റേഷൻ കട വ്യാപാരികളുമായി ധനമന്ത്രിയും ഭക്ഷ്യവകുപ്പ് മന്ത്രിയും നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. ഇന്ന് തിങ്കളാഴ്ച മുതൽ കടകൾ അടച്ചുള്ള അനിശ്ചിതകാല സമരവുമായി റേഷൻ വ്യാപാരികൾ മുന്നോട്ട് പോകും. സംയുക്ത സമരസമിതി തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വേതന പാക്കേജ് ഉടൻ നടപ്പാക്കാൻ കഴിയില്ലെന്ന് ധനമന്ത്രി നിലപാടെടുത്തു. വ്യാപാരികൾ പറഞ്ഞു ഇതുകൊണ്ട് സമരമല്ലാതെ മറ്റു വഴിയില്ല. സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ് സംസ്ഥാനത്തെ റേഷൻ മേഖല. വാതിൽപ്പടി സേവനം നടത്തുന്ന കരാറുകാർ നിലവിൽ സമരത്തിലാണ്. ഇതിനിടയിലാണ് റേഷൻ വ്യാപാരികളും സമരപ്രഖ്യാപനം നടത്തിയത്. പ്രശ്നപരിഹാരത്തിന് ആദ്യം നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. ഇന്ന് ധനമന്ത്രി KN ബാലഗോപാലും ഭക്ഷ്യമന്ത്രി GR അനിലും ഓൺലൈനായി യോഗം വിളിച്ചു. വേതന പാക്കേജ് ഉടൻ നടപ്പാക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. കഴിയില്ലെന്ന് ധനമന്ത്രി നിലപാടെടുത്തതോടെ 1 മണിക്കൂർ നീണ്ട ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. മുൻ നിശ്ചയിച്ചത് പ്രകാരം തിങ്കളാഴ്ച മുതൽ റേഷൻ കടകൾ അനിശ്ചിതകാലത്തേക്ക് അടഞ്ഞുകിടക്കും. ഈ മാസത്തെ ഭക്ഷ്യധാന്യ വിതരണം അവസാനിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെയുള്ള സമരം സാധാരണക്കാരെയും ബാധിക്കും. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. ഓക്കെ, എന്തായാലും റേഷൻ കടയടച്ച് വ്യാപാരികൾ തിങ്കളാഴ്ച മുതൽ സമരത്തിലായിരിക്കും. കാർഡ് ഉടമകൾ വല്ലാത്ത ബുദ്ധിമുട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. സുലൈമാൻ അബ്ദുൽ ഖാദർ എന്നെ തിരുത്തുന്നു. ആനയുടെ പടമെടുത്ത ഫോട്ടോഗ്രാഫറുടെ പേര് ചോദിച്ചത് ആതിരയല്ല, അനിത K ആണ്. യെസ്, അനിത K ആണ്. പേര് വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കണം എന്നുകൂടി അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പുണ്ട്. എൻ്റെ സുലൈമാനെ തീർച്ചയായിട്ടും ഞാൻ ഒരു സുലൈമാനിയൊക്കെ കുടിച്ച് പേരുകളൊക്കെ ശ്രദ്ധിച്ച് വായിക്കാം. കുണ്ടറ വെള്ളിമൺ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ മരുന്ന് മാറി നൽകിയെന്ന ആരോപണമായിരുന്നു. മരുന്ന് മാറിക്കഴിച്ച വയോധിക തലകറങ്ങി വീണു. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം തുടങ്ങി. കൊല്ലം കുണ്ടറ വെള്ളിമൺ സ്വദേശി സുകേഷിനി അമ്മയ്ക്കാണ് മരുന്ന് മാറി നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് സുകേഷിനി അമ്മ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് വാങ്ങാനെത്തിയത്. ഈ സമയം ഫാർമസിസ്റ്റ് ഡ്യൂട്ടിയിലില്ലായിരുന്നു. മറ്റൊരു ജീവനക്കാരനാണ് സുകേഷിനി അമ്മയ്ക്ക് മരുന്ന് കൊടുത്തത്. തിങ്കളാഴ്ച രാവിലെ ഒന്ന് കഴിച്ചു, പിന്നെ രാത്രി ഒന്ന് കഴിച്ചു, പിന്നെ ചൊവ്വാഴ്ച നാളിൽ ലൈൻ വീഴുന്നതാണ്. എനിക്ക് ആദ്യം കഴിച്ചെന്നതിനുണ്ട് ഇലക്കേട് ഉണ്ടായിരുന്നു. ഇരുന്നിടത്ത് നിന്ന് എഴുന്നേക്കാൻ വയ്യായിരുന്നു, കുറേ ഇരുട്ടി വന്നത്. പിന്നെ എനിക്കിങ്ങനെ ആയത്. പിന്നെ ഞാനീ ഗുളികയുടെയാണെന്നുള്ള അറിഞ്ഞുകൂടാല്ലേ, അതുകൊണ്ട് പിറ്റേന്ന് വീണ്ടും ഒരെണ്ണൂടെ കഴിച്ചു. നമ്മൾ കഴിക്കുന്ന രീതിയില്ല. മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്നവർക്ക് നൽകുന്ന താൽക്കാലിക മരുന്നാണ് സുകേഷിനി അമ്മയ്ക്ക് നൽകിയതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. 6 സ്ട്രിപ്പിലായിട്ട് 60 ഗുളികയാണ് ഇതിനകത്ത്. ഒരു കാരണവശാലും ഈ ഗുളിക 60 എണ്ണമൊന്നും ഒരു പേഷ്യൻ്റ് കഴിക്കാൻ പറ്റില്ല. ഇത് സഡേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണെന്നാണ് മെഡിക്കൽ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. മാനസിക പ്രശ്നമുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഗുളികയാണ് അതിവർക്ക് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. മരുന്ന് കഴിച്ചതോടെ സുകേഷിനി അമ്മ തലകറങ്ങി വീഴുകയായിരുന്നു.
പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ലോക്കറിൽ മാത്രം സൂക്ഷിക്കുന്ന മരുന്ന് എങ്ങനെ സുകേഷിനി അമ്മയ്ക്ക് നൽകിയെന്നതിൽ അന്വേഷണം നടത്തുമെന്ന് മെഡിക്കൽ ഓഫീസർ വ്യക്തമാക്കി. സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും പോലീസിനും BJP പ്രവർത്തകർ പരാതി നൽകി. 24 കൊല്ലം. മറ്റൊരു വാർത്തയിലേക്ക്. എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യു കൊലക്കേസിന്റെ വിചാരണ 9 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. അഭിമന്യുവിന്റെ അമ്മ സമർപ്പിച്ച ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ശ്യാം. SKN അഭിമന്യുവിന്റെ അമ്മ ഭൂപതിയാണ് വിചാരണ വളരെ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ കേസിലാണ് കോടതി 9 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേസിന്റെ വിചാരണ പൂർത്തിയാക്കാൻ 9 മാസം സമയം വേണമെന്ന് ഹൈക്കോടതിയെ കേസ് വിചാരണ നടക്കുന്ന സെഷൻസ് കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. കോടതിയുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു. 9 മാസം കൊണ്ട് കേസിലെ വിചാരണ പൂർണ്ണമായും പൂർത്തീകരിച്ച് വിധി പറയണമെന്നുള്ളതാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്ന് ഉത്തരവിട്ടിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ശ്യാംകുമാർ. ഇനി ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു.